Hello everyone, welcome to Evergreen Swada. I am Aparna Vivekkumar. ആദ്യം തന്നെ ഒരു സിമ്പിൾ റെസിപ്പി കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഡ്ലിക്കും ദോശയ്ക്കും അപ്പത്തിനൊക്കെ കൂടെ നല്ലൊരു ബെസ്റ്റ് കോംബോ ആണ് ഒരു കിടിലൻ വഴുതനങ്ങ ചട്നി. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പിയാണ്. പിന്നെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വഴുതനങ്ങ 4 എണ്ണം, സവാള 2 എണ്ണം, തക്കാളി 5 എണ്ണം, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില, ഉപ്പ്, പച്ചമുളക് 5 എണ്ണം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ, തക്കാളി, സവാള, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ച് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും വെന്ത വെള്ളവും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലൊന്ന് പയ്യെ തിരിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതിയാവും. സെയിം കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 ഉണക്കമുളക് ഇത്രയും ചേർത്ത് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അരച്ചു വച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. കൺസിസ്റ്റൻസി എത്ര വേണമെന്നനുസരിച്ച് അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തിള വന്നു കഴിയുമ്പോൾ ഉപ്പൊന്നും നോക്കിയിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വഴുതനങ്ങ ചട്നി റെഡിയായി കഴിഞ്ഞു. ദോശയ്ക്കും ഇഡ്ലിക്കും അപ്പത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.